SFIOവിന്റെ കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം അത്ര എളുപ്പമല്ല. കാരണം നമ്മളെ മണി ലോണ്ടറിങ് ആക്ട്, അതുപോലെ തന്നെ NDPS ആക്ട്, ആ ആക്ടുകളിലെല്ലാം ചില വകുപ്പുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കണമെങ്കിൽ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടണം ഇവർ കുറ്റക്കാരനല്ല, നിരപരാധിയാണ്. പക്ഷെ വീണക്കത് ബാധകമല്ല. കമ്പനി ആക്ടിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ള ആളും സ്ത്രീകളും മന്ദബുദ്ധിയുള്ള അംഗവൈകല്യമുള്ള ആളുമാണെങ്കിൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ, ഈ ജാമ്യത്തിന്റെ വിഷയം വകുപ്പുകൾ ബാധകമല്ല. കാരണം പ്രൈമ ഫേസ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, വിവരങ്ങൾ വെച്ച് നോക്കിയാൽ സ്വാഭാവികമായി ED അന്വേഷിക്കേണ്ട ഒരു ഷെഡ്യൂൾഡ് ഓഫൻസ് ആണ് 447. ഈ നിയമവിരുദ്ധമായി യാതൊരു വിധത്തിലും അർഹതയില്ലാതെ ലഭിച്ചിരിക്കുന്ന ശിവശങ്കറിനെ ED പിടിച്ചത് 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചിട്ടാണ്. ഒരു ജോലി എടുക്കാതെ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ കണ്ടതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിൽ കിടക്കേണ്ടി വന്നത്. ഇത് 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച പണമാണെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു അധികാര സ്ഥാനത്ത് നിന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടും കേന്ദ്രം ഇതിൽ മൗനിയായി നിൽക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൗനിയായി നിൽക്കുന്നു. മാത്രമല്ല ROC നൽകിയ റിപ്പോർട്ടിൽ തന്നെ ഇത് ED അന്വേഷിക്കണം, CBI അന്വേഷിക്കണം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റിൽ നടന്ന കുറ്റമാണെങ്കിൽ CBI അന്വേഷിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി വേണം, കർണാടക ഗവൺമെന്റിന്റെ അനുമതി വേണം. പക്ഷെ ഈ കേസിൽ അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. കുറ്റകൃത്യം എന്ന് പറയുന്നത് കമ്പനി നിയമപ്രകാരമുള്ള 447 അനുസരിച്ചിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി നിരോധന നിയമം ഇതിൽ ബാധകമാകുന്നത്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് CBIക്ക് കേസെടുക്കാം, EDക്ക് കേസെടുക്കാം. ഇനി നമ്മൾ ആശങ്ക ഒന്നുകൂടി പറയാം. SFIOവിന്റെ അന്വേഷണത്തിന്റെ ആരംഭം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും അതിന്റെ അന്ത്യം വളരെ വിചിത്രമാണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കേസ് അന്വേഷണം നടത്തിയാൽ കോടതിയിൽ കുറ്റപത്രം കൊടുക്കും. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇടപെടില്ല. പക്ഷേ SFIOയുടെ അന്വേഷണം അങ്ങനെയല്ല. അന്വേഷണം പൂർത്തിയായി അവര് കുറ്റപത്രം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിനാണ്. അവരതിൽ പരിശോധന നടത്തി നിയമോപദേശം ആവശ്യമാണെന്ന് കണ്ട് അവർക്ക് ഈ കേസ് പ്രോസിക്യൂഷൻ അയക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ പ്രോസിക്യൂഷൻ വരികയുള്ളൂ. SFIയുടെ അന്വേഷണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDC 13% ഷെയർ ഈ കമ്പനിയിൽ, ഈ കർത്തയുടെ കമ്പനിയിലുണ്ട്. അപ്പൊ അവിടെയാണ് ഗവൺമെന്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്. ഗവൺമെന്റിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സൗജന്യം ഒരു വ്യക്തി കൈപ്പറ്റുന്നു. ആ വ്യക്തി ആരാണ്? നോട്ട് എൻ ഓർഡിനറി പൊസിഷൻ. ആ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ്. മകളായതുകൊണ്ട് മാത്രം കേസിൽ പ്രതിയാവണമെന്നില്ല. കേന്ദ്ര ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ, ആ വിധിയിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, ഒരു ജോലിയും ചെയ്യാതെ സൗജന്യമായി 1,72,00,000 രൂപ എക്സാലോജിക്കിനും വീണക്കും കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന, അതായത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മകൾ എന്ന ബലം വെച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ സ്വാഭാവികമായി CPM-ഉം മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി തന്നെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എല്ലാം പറയുന്നത് അത് കേന്ദ്രത്തിലെ BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിട്ടെ, രാഷ്ട്രീയ പകപോക്കലായിട്ട് കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനീയത്തിരിക്കുന്ന ഒരാൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി അങ്ങനെ ഒരു കളവായി അപകീർത്തപ്പെടുത്തത്തക്ക രീതിയിൽ, അവരൊരു അഴിമതിയുടെ നിഴലിൽ നിർത്തത്തക്ക രീതിയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹം മൊത്തം വിശ്വസിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി. എന്തോ ഒരു ഫൗൾ അതിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശം, നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിക്കാനുള്ള അവകാശം
വെറും മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശമല്ല. റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ യശസ്സിന്, അന്തസ്സിന്, അദ്ദേഹത്തിന്റെ സൽപ്പേരിന് ചെറിയൊരു കളങ്കം ഉണ്ടാക്കില്ലേ ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്? സ്വാഭാവികമായി ഞാനാണെങ്കിൽ, ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിൽ, ഞാൻ മുഴുവനും നിരപരാധിയായ കുറ്റത്തിന് ഇങ്ങനൊരു കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് എന്നെ കള്ളനാക്കിക്കൊണ്ട്, എന്നെ അഴിമതിക്കാരനാക്കിക്കൊണ്ട് ഒരു വലിയൊരു അധികാര സ്ഥാനത്തിന്റെ ബലത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ സ്വാഭാവികമായി എൻ്റെ റൈറ്റ് എന്താണ്? ഭരണഘടന ജീവിക്കുവാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് അനുസരിച്ച് ജീവിക്കാനുള്ള നമ്മളെ അവകാശം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒരു അധികാര സ്ഥാനമോ നിഷേധിക്കുകയോ അത് കളങ്കപ്പെടുത്തുകയോ ചെയ്താൽ ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷൻ വി ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട് ഡയറക്ട്ലി. എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശം നീക്കി കിട്ടണം. ഇത് എൻ്റെ ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു വിലപ്പെട്ട അവകാശമാണ്, ടു റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. എന്താണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവാത്തത്? കാരണം മുഖ്യമന്ത്രി അത് അങ്ങനെ ഒരു റിട്ട് പെറ്റീഷനുമായി, അത് ഏതൊരു പൗരന്റെയും അവകാശം. നമ്മൾ കണ്ടില്ലേ, സർക്കാരിന്റെ എന്തെങ്കിലും പോലീസ് അട്രോസിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീതി നിഷേധം, ജീവിക്കാനുള്ള നമ്മളെ റൈറ്റ് ടു ലീവ്, കുടിവെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, സമരം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയിൽ ഓടി ചെല്ലുന്നത് എന്തിനാണ്? ദർ ഈസ് എ റെമഡി. ഇത് സാധാരണക്കാരനെയാണോ? അല്ല. കേരള മുഖ്യമന്ത്രിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ വിലപ്പെട്ട, വളരെ വിലപ്പെട്ട ഭരണഘടനാ റൈറ്റിന് കളങ്കമുണ്ടാക്കിയ ഒരു നടപടി കേന്ദ്രത്തിലെ സർക്കാർ, BJP ഗവൺമെന്റ് ബോധപൂർവം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അവർ ഇന്ന് വരെ അത് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോഴെന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഷോസ് വാട്ട്? SFIയുടെ അന്വേഷണം വന്നപ്പോൾ അന്വേഷണത്തെ ചോദ്യം ചെയ്തു. അന്വേഷിക്കരുത്, വീണയെ വിളിപ്പിക്കരുത്, വീണയോട് രേഖയ്ക്ക് ചോദിക്കരുത്, വീണയോട് രേഖ ഹാജരാക്കാൻ പറയരുത്. എന്താണ് അത് നൽകുന്ന സന്ദേശം? എന്താണ്? എന്റെ കരങ്ങൾ ശുദ്ധമാണെന്ന് രണ്ട് കൈയും ഉയർത്തി പറയുന്ന പിണറായി വിജയൻ, എന്റെ മകളുടെ കരങ്ങളും ശുദ്ധമാണെന്ന് രണ്ട് കൈയും ഉയർത്തിയിട്ട് പറയുന്നതിൽ എന്താണ് തടസ്സം? SFI വരട്ടെ. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞില്ലേ, ഞാൻ ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല, ഞാൻ ആ അന്വേഷണത്തെ ധീരമായി നേരിടും. ഒരു കളങ്കിതയായ സ്ത്രീ കേരള മുഖ്യമന്ത്രിയുടെ അടുത്ത് 2-3 തവണ അന്വേഷിച്ച ഒരു കേസ്, 5-8 കേസ്, ക്രിമിനൽ കേസുകളിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി കോടതി വിധിച്ച ഒരു സ്ത്രീ ഒരു വെള്ളക്കടലാസിൽ ഒരു അന്വേഷണം വേണമെന്ന്, പ്രതി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു പോലീസിന്റെ റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിറക്കിയ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഞാൻ ഈ ലേറ്റസ്റ്റ് അതിന്റെ മറ്റൊരു വശം, ബാംഗ്ലൂർ ROC കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് ED അന്വേഷിക്കണം, ഈ കേസ് CBI അന്വേഷിക്കണം. ED അന്വേഷിക്കുന്ന കേസുകൾ എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് എന്താണ്? ഞാനൊരു കുറ്റകൃത്യം ചെയ്ത് ആർജിച്ച പണം EDക്ക് അത് കണ്ടുകെട്ടാം, എൻ്റെ പേരിൽ കേസെടുക്കാം. കുറ്റകൃത്യം ചെയ്ത് ആർജിച്ച പണം, എല്ലാ കുറ്റകൃത്യവും ഇല്ല. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൽ ഷെഡ്യൂൾഡ്, ആ ഷെഡ്യൂളിൽ വിവരിച്ച കുറ്റങ്ങൾ മാത്രം ചെയ്ത് ആർജിച്ച പണമാണെങ്കിൽ EDക്ക് ആ പണം കണ്ടുകെട്ടാം. കമ്പനി നിയമത്തിലെ ഒരേ ഒരു വകുപ്പ് 447 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലെ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. ആ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലെ പാരാ 29 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതുവരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ പുറത്തു വന്നിരിക്കുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആർജിച്ചിരിക്കുന്ന 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച പണമാണ് എന്ന് ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ലെറ്റ് us see, അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ? സ്വാഭാവികം വെച്ചായിരിക്കും മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയം നടത്തുന്നു. ഞാനതിന്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. ഒരു നിയമ വിദ്യാർത്ഥി എന്നതിൽ, ഒരു അഭിഭാഷകൻ എന്നതിൽ ഞാൻ ചോദിക്കട്ടെ,
2018 നമ്മുടെ അഴിമതി തടയൽ നിയമം മോഡി അതിന്റെ എല്ലാ വിഷപ്പല്ലും എടുത്തു മാറ്റിയിരുന്നു. മോഡി ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ അത് കുറ്റമല്ല. പക്ഷെ അതിൽ ഇപ്പോഴും ഉള്ള ഒരു സ്ട്രോങ് ആയ വകുപ്പാണ് 13(1)(b). എന്താണ്? ഏതെങ്കിലും ഒരു പൊതുസേവകൻ നിയമവിരുദ്ധമായി സ്വയം സമ്പന്നനാവുക. whoever a public servant during his office illicitly enriches himself. പൊതുസേവകൻ അദ്ദേഹം പദവിയിലിരിക്കുമ്പോൾ നിയമവിരുദ്ധമായി സ്വയം സമ്പന്നനാവുക. 13(1)(b) ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഈ സ്വയം സമ്പന്നനാവുക എന്ന് പറഞ്ഞതിന്റെ ഒരു നിർവചനമാണ്. അതിൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലുമോ നിയമവിരുദ്ധമായി തൻ്റെ വരുമാന സ്രോതസ്സിന് ആനുപാതികമല്ലാത്ത രീതിയിൽ സാമ്പത്തിക സ്രോതസ്സോ പണമോ വസ്തുവോ ആർജിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവന്റോ അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലുമോ അതിന് കണക്ക് കാണിക്കേണ്ടത് പബ്ലിക് സർവന്റ് ആണ്. ഇവിടെ എനി അതർ പേഴ്സൺ എന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് കേന്ദ്ര സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്ന് കേരള വിജിലൻസ് 1,72 ലക്ഷം രൂപ കണ്ടുകിട്ടിയ ആദ്യം ചോദ്യം ചെയ്യുന്നത് ആരെയാണ്? വില്ലേജ് ഓഫീസറെയാണ്. ബിക്കോസ് ഈസ് ദ പബ്ലിക് സർവന്റ്. അദ്ദേഹം പറയാണ്, എന്റെ മകൾക്ക് ഈ പണം കിട്ടിയിരിക്കുന്നത് ഇന്ന സോഴ്സാണെന്ന് പറഞ്ഞ മാറ്റർ എൻഡ്സ്. ഇവിടെ പിണറായി വിജയൻ ആ വില്ലേജ് ഓഫീസർക്ക് ഇല്ലാത്ത പരിരക്ഷ പബ്ലിക് സർവന്റായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുമോ? ഐ വുഡ് സേ നോ. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഫോർ, നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ പബ്ലിക് സർവന്റിന് വേണ്ടി പണം ആർജിച്ചു എന്ന ഒരു നിഗമനത്തിൽ വരുമ്പോൾ പബ്ലിക് സർവന്റിന് സ്വാഭാവികമായി പറയാം. ഇപ്പൊ നമ്മുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് അഴിമതി തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ മകളുടെ ഭാര്യന്റെ എല്ലാം കണക്ക് കാണിക്കണം. അപ്പൊ അതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് നിയമം പറയുന്നത് എന്താണ്? ഇത് തൃപ്തികരമായി ബോധ്യപ്പെടുത്തേണ്ടത് പബ്ലിക് സർവന്റ് ആണ്. അപ്പൊ ചില CPM നേതാക്കന്മാർ പറഞ്ഞു, വീണ വിജയൻ പബ്ലിക് സർവന്റ് അല്ല. പബ്ലിക് സർവന്റ് ആവണ്ട. പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ